ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് രണ്ട് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒന്ന് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്, അതുപോലെ തന്നെ അടുത്തത് എങ്ങനെയാണ് ഇഡ്ഡലി കുക്കർ ഇല്ലാതെ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. രണ്ട് വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ ആ വീഡിയോയിലേക്ക് പോകുകയാണ്. നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് മാത്രം ഉണ്ടാക്കി നോക്കിയാൽ മതി കേട്ടോ. അത്രയ്ക്ക് തന്നെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് ഒരു സംഗമം ഉണ്ടായിരുന്നു, കുടുംബ സംഗമം. ആ സംഗമത്തിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ബാഗിൽ കുറച്ച് ഉണ്ണിയപ്പൊക്കെ ഇട്ടിട്ട് അവിടുന്ന് ഇങ്ങനെ വെറുതെ കുത്തിറക്കുമ്പോൾ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതേനി കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നത് എങ്ങനെയാണ് കുക്കറിൽ ഇഡ്ഡലി ഉണ്ടാക്കാമെന്നാണ്. സാധാ കുക്കറിൽ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ആ വീഡിയോ തുടങ്ങുകയാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തുകൊണ്ട്, ഈ ഗ്ലാസ്സിൽ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ ഇതിൽ തുടച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് രാവിലെ ഞാൻ മദ്രസയിലേക്ക് കുട്ടികൾ പോയപ്പോൾ ഉണ്ടാക്കിയ മാവിൻ്റെ ബാലൻസ് വന്നപ്പോൾ മദ്രസ വിട്ട് വന്നപ്പോൾ വീണ്ടും എന്നോട് ദോശ ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് കൊടുക്കാനില്ലേനി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വേഗം ക്ലാസ്സൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ ടിപ്സ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇനി ഇഡ്ഡലി കുക്കർ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ആരും ഇഡ്ഡലി ഉണ്ടാക്കാതെ നിൽക്കണ്ട. ഇതുപോലെ സാധാ കുക്കറിലും ഇഡ്ഡലി ഉണ്ടാക്കി എടുക്കട്ടോ. വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ അവിടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് വെച്ച് കാണും. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിച്ച് കൊടുത്താളേ. അപ്പോൾ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ കുക്കറിൽ ഇങ്ങനെ ആവി വരുന്നുണ്ട്. ആവി കണ്ടോ, നല്ല ചൂടായിട്ട് ആവിയൊക്കെ വരുന്ന നിങ്ങൾ കണ്ടില്ലേ. ഇനി ഈ സമയത്ത് ഞാൻ വെയിറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. വെയിറ്റ് ഇട്ട് കൊടുത്തുകൊണ്ട് ഞാനൊന്നാണ് കൂക്കിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഏതിയാലും ഇപ്പോൾ അത് വെന്താൽ മതിയല്ലോ, വെള്ളത്തിലാണല്ലോ കിടക്കണം, വെന്തോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇനി ആവിയൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് നോക്കുകയാണ്. തുറന്ന് നോക്കുമ്പോൾ നല്ലൊരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഈ കാഴ്ച നല്ല സൂപ്പറായിട്ട് ഇഡ്ഡലി വെന്തിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ സാധാ ഒരു ഇഡ്ഡലി തട്ടിൽ നടക്കുന്ന ഉപകാരം നമുക്ക് കുക്കറിലും നടത്താമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളി. നല്ല പുതിയ ഐഡിയ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളി. ഇനി ഇത് ചൂടോടുകൂടി നമുക്ക് ഇതിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചാൽ ഏത് ഇഡ്ഡലി തട്ടുന്നായാലും നമ്മൾ ചൂടാറിയാലാണ് ശരിക്കും റെഡിക്ക് കിട്ടുള്ളൂ. എനിക്കിവിടെ ചൂടാറാനൊന്നും നിൽക്കാൻ സമയമല്ല കേട്ടോ. കുട്ടികൾ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഈ ചൂടോടുകൂടി തന്നെ ഇതിൽ നിന്ന് അടർത്തി മാറ്റിയാണ് ചെയ്യുന്നത്. അടർത്തി മാറ്റുമ്പോൾ ചെറുതായിട്ടൊരു പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ട്. ഏതായാലും നിങ്ങൾ കണ്ടു നോക്കി. കണ്ടിഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്തേച്ചാളി കേട്ടോ. സബ്സ്ക്രൈബ് ഒക്കെ പാടും ചെയ്തേച്ചാളി. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ അടർത്തിയെടുക്കുക എന്നാണ് പറഞ്ഞത്. ഇത് ചൂടാറിയിട്ടാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി നമ്മൾ ഇതുപോലെ കൊട്ടി കൊടുക്കുക. കൊട്ടി കൊടുക്കുമ്പോൾ ഇതുപോലെ നമുക്കുള്ള കാഴ്ച കാണാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ തയ്യാറായിരിക്കുന്നു. അപ്പോൾ ഇഡ്ഡലി തട്ടില്ലാത്തവരും ഇഡ്ഡലി പാത്രം ഇല്ലാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കിക്കോളി. അടിപൊളി റെസിപ്പി. നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല ഇഡ്ഡലിയാണ്, നല്ല ചൂടോട് കൂടിയുള്ള ഇഡ്ഡലി. അപ്പം ഞാനിത് ഓരോരുത്തർക്കും ഓരോന്ന് കൊടുത്താൽ ചിലപ്പോൾ ഈ രണ്ടെണ്ണം ആണെന്നൊക്കെ പറഞ്ഞിട്ട് വരും എന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. സാധാ ഇഡ്ഡലിൻ്റെ മാവ് ഇഡ്ഡലി പാത്രത്തിൽ ഒഴിച്ച പോലെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ എന്തിനാണ് ടേസ്റ്റൊക്കെ നോക്കുന്നത്, അപ്പം തിന്നാൽ പോരെ, കുഴി എണ്ണണോ എന്നുള്ള ചോദ്യത്തിനുമായിട്ട് ഉത്തരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കണ്ടിട്ട് നല്ല സോഫ്റ്റാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിതിവിടെ നിർത്താൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ രണ്ടെണ്ണം കൊടുക്കാണ്ട് നല്ല സോഫ്റ്റ് ഇഡ്ഡലി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിക്കോളി. അവസാനമായിട്ട് ഒന്നുകൂടി പറയാണ്, ഇതുപോലെ ഉണ്ടാക്കിക്കോളി. നല്ല സോഫ്റ്റാണ്, സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇഡ്ഡലി കുക്കർ ഇല്ലാതെ നമ്മൾ എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഇഡ്ഡലി തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ ഇത് കുട്ടികൾക്കൊക്കെ വരെ കൊടുക്കുകയാണ്. കുട്ടികളൊക്കെ തിരക്കിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ്. നല്ല സൂപ്പർ ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ടില്ല. കുറേ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറേ സമയം വേസ്റ്റ് ആയി പോവുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടേക്ക് ഇങ്ങനെ വന്ന് കയറിയതാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും അപ്പോൾ ചട്നിയും കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നു. അപ്പോൾ പുതിയൊരു ഐഡിയ ആണ്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു ഐഡിയ തന്നെയാണ് പ്രിയപ്പെട്ടവരേത്. അപ്പോൾ നിങ്ങൾ നല്ല ഐഡിയ. അപ്പോൾ ഞാൻ അടുത്തതായിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയിലേക്കാണ് പോകുന്നത്. പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയപ്പം ഞാൻ ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെ ശർക്കര പാനീയം ഉണ്ടാക്കുകയാണ്. ഇതിലേക്ക്
2 മൈസൂർ പഴം ഇട്ടിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഈ ശർക്കര പാനിയേക്കാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ ആ ശർക്കര പാനിയൊക്കെ ഉണ്ടാക്കൽ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. അതിലേക്ക് നമ്മൾ 2 മൈസൂർ പഴം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണു, നമ്മളിനി തേങ്ങ കട്ട് ചെയ്യുന്നു, വേഗം സ്പീഡായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു കുടുംബസംഗമത്തിന് പോകാൻ വേണ്ടിയിട്ട് നേരത്തെ എണീറ്റിട്ട് ഞാൻ വേഗം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ എനിക്ക് സമയമില്ല. അപ്പോൾ ഞാൻ ഏതായാലും ഉണ്ടാക്കുകയാണല്ലോ എന്ന് വിചാരിച്ചാൽ അത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ വിചാരിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങി തിരിച്ചതാണ്. അപ്പോൾ വീഡിയോ നല്ല കറക്റ്റ് റെസിപ്പിയാണ്, എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. 2 ടീസ്പൂൺ അളവിൽ, 1 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല, 1.5 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല, നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യിലേക്ക് നമ്മൾ നാളികേരക്കൊത്ത് ഇട്ട് കൊടുക്കുക. നാളികേരക്കൊത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വറുത്തെടുക്കുക. വറുത്തതിന് ശേഷം അതിലേക്ക് വറവൊക്കെ ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിലേക്ക് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുക. കറുത്ത എള്ള് എന്തിനാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്പീഡിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും, അതൊന്നും സാരമില്ല. നിങ്ങൾ എൻ്റെ റെസിപ്പികൾ കറക്റ്റായിട്ട് നോക്കിയാൽ മതി. എൻ്റെ മിസ്റ്റേക്ക് കണ്ടുപിടിച്ചാനൊന്നും നിങ്ങൾ നിൽക്കണ്ട. ഞാൻ പറയുന്ന റെസിപ്പികൾ നിങ്ങൾ കറക്റ്റ് ആണോ അല്ലെന്ന് നോക്കിയാൽ മതി. അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞോളി. അപ്പോൾ ഞാൻ അതിനുള്ള മറുപടിയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും. നിങ്ങളോടൊക്കെ എവിടെയൊക്കെ തെറ്റിയൊക്കെ പറഞ്ഞുതരും. അപ്പോൾ നന്നായിട്ട് വറവായതിന് ശേഷം മാത്രം എള്ള് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. 1 ടീസ്പൂൺ അളവിൽ, 1.5 ടീസ്പൂൺ അളവിലൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് അധികമായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത്ര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ഇടുമ്പോൾ. അപ്പോൾ ഞാൻ അരിയൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. അരി ഇടുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, കാരണം അതൊക്കെ നീണ്ടു വലിഞ്ഞ് നിന്നാൽ എനിക്ക് സമയമല്ല, അതാണ് മെയിൻ പ്രശ്നം. ഒരു 7:30 ആകുമ്പോഴത്തേന് എനിക്ക് കുടുംബസംഗമത്തിൻ്റെ അവിടേക്ക് എത്തണം. അപ്പോൾ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ധൃതി പിടിച്ച് മാറ്റിക്കൊണ്ടിരിക്കണതിൽ ഞാൻ ഈ വീഡിയോ എടുത്തു തന്നെ ഉള്ളൂ. വീഡിയോ എടുത്തപ്പോൾ ഞാൻ ഇതിലേക്ക് കറുകപ്പട്ടയുടെ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്, നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിലുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളെ ഇഷ്ടാനുസരണം. നാളികേരമൊക്കെ ഒരു 2 കപ്പ് അരിക്കാണെന്നുണ്ടെങ്കിൽ 1 മുറി നാളികേരമൊക്കെ എടുക്കാം. ഇനി ഞാൻ ഈ മൈസൂർ പഴം നമ്മൾ എന്ത് ചെയ്യണു, നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ശർക്കര പാനി അരിച്ചെടുക്കുകയാണ്. ശർക്കര പാനി അരിച്ചെടുത്തപ്പോൾ ഇഞ്ചി കൂടി ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു കേട്ടോ. ഇത് ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പപ്പൊടിയിൽ നിന്ന് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താണ് ഏത് പൊങ്ങാത്ത മാവും പൊങ്ങി വരും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തത്. ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും നിർബന്ധമല്ല കേട്ടോ, കാരണം ഞാൻ ഇത് ലൈവായിട്ട് തന്നെ ചുട്ടെടുക്കുകയാണ്. ഇനി ഇത് വെയിറ്റിങ്ങിനൊന്നും ഞാൻ നിൽക്കണില്ല കേട്ടോ, എനിക്കൊന്നാമത് സമയമില്ല. ഞാൻ വീണ്ടും പറയുന്നു സമയമില്ല. അപ്പോൾ ഞാൻ ധൃതിക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഡബിൾ ഹോയ്സിൻ്റെ പൊടി ഇട്ട് കൊടുത്താണ്. ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഉഷാറായിട്ട് വന്നേനെ. എനിക്ക് സമയമില്ലാത്ത കാരണം ഞാൻ അപ്പോൾ തന്നെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്യാതെ കാണുന്ന പൊന്നു കൂട്ടുകാരെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പൊന്നു കൂട്ടുകാരെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കൂ. എന്നിട്ട് അവരും ഇതുപോലുള്ള ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കട്ടെ. ഞാൻ ഉണ്ടാക്കിയത് കാണിച്ചു തന്നില്ലേ നിങ്ങൾക്ക്, ഇഡ്ഡലി, അങ്ങനത്തെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി നോക്കട്ടെ. നല്ല അടിപൊളി റെസിപ്പിയാണല്ലോ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ വന്നിരിക്കുന്നു. അവിടെ പോയിട്ടൊന്ന് ക്ലിക്ക് ചെയ്യൂ. നേരെ താഴെ സബ്സ്ക്രൈബ് ഉണ്ടാവും, അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ഓൾ അറിഞ്ഞൊരു ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വഴി ഉടനടി എത്തുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. വീഡിയോ ലൈക്ക് ചെയ്യാനുള്ള ലൈക്ക് ചിഹ്നവും എത്തിയിട്ടുണ്ട്. നല്ല കൂട്ടുകാരല്ലേ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ലൈക്ക് ചെയ്യൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ആണ്, കണ്ടില്ലേ? ഇതാണ് ബെല്ലിട്ടോ. ഇതാണ് ഇതിൽ ഓൾ അറിഞ്ഞൊരു ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വഴി എത്തുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. അത് താഴെ നോക്കൂ, അവിടെ ഉണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവിടെ ഓൾ അറിഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നല്ല അടിപൊളി ഉണ്ണിയപ്പാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് റെസിപ്പിയാണ് ഇനി അടുത്തത് ആഗ്രഹം അത് എന്നോട് പറയൂ പ്രിയപ്പെട്ടവരെ, അത് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആവാറായിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇനി കണ്ടിഷ്ടപ്പെട്ടു എന്ന് പെടാന്ന് ഇങ്ങനെ ഇനി എപ്പോഴും പറയാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ കണ്ടില്ല, ഞങ്ങൾ ഉണ്ണിയപ്പൊക്കെ ഓരോന്ന് എടുത്തുകാണ്ട് പാത്രത്തിലേക്ക് ഇടുന്ന വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണൻ്റെ മുമ്പിലാണ് നിന്നിട്ട് മതിയായി. പിന്നെ എനിക്ക് വീഡിയോ ഒന്നും വേണ്ട, ഒക്കെ ഇട്ടെറിഞ്ഞാണ്ട് പായുള്ള പരിപാടിയൊക്കെ പാക്കറ്റാക്കിയാണ് കൊണ്ട് മണ്ടാണ് ഞാൻ. ഏതായാലും ഇത്ര മതി. ഇന്നത്തത് വീഡിയോ ഇവിടെ അവസാനം.